പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഡാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യം കത്തിയെരിയുകയാണ്. എന്റെയും നിങ്ങളുടെയും കൺമുന്നിലൂടെ എത്രയോ വീഡിയോകൾ നിരനിര കടന്നുപോയി. എത്രയോ പാവപ്പെട്ടവരുടെ നെഞ്ചിന്റെ മേൽ വണ്ടി കയറ്റി ചതച്ചരച്ച് കൊല്ലുന്ന, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുറക്കെ വിളിക്കുന്ന, ബാങ്ക് വിളിച്ചുകൊണ്ട് മരണപ്പെടുന്ന എത്രയോ ആളുകളെയൊക്കെ നമ്മൾ കണ്ടുപോയവരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആരും ഇതിനെ പ്രതികരിക്കാത്തത് എന്നാലോചിക്കുമ്പോൾ വല്ലാത്തൊരു മാനസിക പ്രയാസമുണ്ട് പ്രിയപ്പെട്ടവരെ. ഗസയിലും ഫലസ്തീനിലും ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന തെമ്മാടി രാഷ്ട്രം ചെയ്തു കൂട്ടിയ എല്ലാ നരഹത്യകളെയും ചൂണ്ടിക്കാണിച്ച മനുഷ്യവർഗത്തിൽപ്പെട്ട നാം ഓരോരുത്തരും എന്തുകൊണ്ടാണ് സുഡാന്റെ കാര്യത്തിൽ മൗനികളാകുന്നത്? നാം ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഇത് അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് രക്തക്കൊതിയന്മാരായ ഏകാധിപത്യ ഭരണത്തിന്റെ ഉത്തുംഗതയിൽ നിൽക്കുന്ന രണ്ട് മുസ്ലിം ഭരണാധികാരികളാണ് എന്നതാണ്. RSF എന്ന് പറയുന്ന ഒരു തെമ്മാടി സംഘടനയ്ക്ക് തോക്കും ആയുധങ്ങളും നൽകി പാവങ്ങളുടെ ഇടയിലേക്ക് അവരെ ഒന്നടങ്കം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ മുസ്ലിം ഭരണാധികാരികൾ ആണ് എന്നതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് മുസ്ലിം ചെയ്താലും ജൂതൻ ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇത്രയും ജനങ്ങളെ നിഷ്ഠൂരം വധിച്ചിട്ടും കൊന്നൊടുക്കിയിട്ടും നമ്മുടെയൊക്കെ മനസ്സാക്ഷികളെ തൊട്ടുകൊണ്ട് ഇതൊന്നും ഒരു വേദനാജനകമായ വാർത്തയല്ലാണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നീക്കി കളഞ്ഞു പോവുകയാണെങ്കിൽ എത്ര വലിയ ദുർമനസ്സിന്റെ ഉടമകളാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. UAE, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളെയൊക്കെ ഈ ആയുധക്കടത്ത് നടത്തുന്നതിൽ പരാമർശിക്കപ്പെടുമ്പോഴും ആർക്കും അതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ സമയമില്ല എന്ന് കാണുന്നതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ട ഏറ്റവും വലിയ ദയനീയമായ കാഴ്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എത്രയോ സ്ത്രീകൾ അവിടെ നിഷ്ഠൂരമായി ബലാത്സംഗത്തിനിരയായി മരിച്ചിരിക്കുന്നു. എത്രയോ കുഞ്ഞുമക്കളെ കൊന്നിരിക്കുന്നു. 40,000, ഇപ്പോൾ 50,000 എന്ന കണക്കുണ്ട്. 50,000-ഓളം വരുന്ന മനുഷ്യരെ നരനായാട്ട് നടത്തി മൃഗീയമായി പീഡിപ്പിച്ച് കൊന്നിട്ട് പ്രിയപ്പെട്ടവരെ ഒരു വാക്ക് പോലും പ്രതികരിക്കാനാകാതെ ഞാനും നിങ്ങളും മൗനികളായി വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ ചായയും കുടിച്ചിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയണ്ടേ? നമ്മൾ പറയുമ്പോൾ ആക്രമണം നടത്തുന്നത് ജൂതന്മാരാണെങ്കിലും മുസ്ലിമീങ്ങളാണെങ്കിലും ലോകത്തുള്ള ഏത് മനുഷ്യനാണെന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ വരച്ചു കാണിക്കുക തന്നെ വേണം. ഒന്നിനും പ്രതികരിച്ചില്ല എങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് പോലും അല്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് പോലും പ്രതികരിക്കാൻ കഴിവില്ലാതെ കെൽപ്പില്ലാത്തവരായി നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ഒറ്റ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു നമ്മുടെ സുഡാനിലുള്ള പാവപ്പെട്ട സഹോദരങ്ങളെയും അവിടെ ഏത് രാഷ്ട്രത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യരാണെന്നുണ്ടെങ്കിലും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന്